ഇപ്പം നോക്കി പിരികില്ലാത്ത ആളെ പോലെയാണ്. നല്ല ബ്രൈറ്റ് കളറായിട്ടുണ്ട്. ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർ സുഖമായിട്ടിരിക്കുകയായിരിക്കും. ഇങ്ങോട്ട് ഭയങ്കര കാറ്റും മഴയാണ് കേട്ടോ. എന്താ പറയുക, ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നേ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ നേരം ഞാൻ ഈ സ്റ്റാൻഡും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാലും മഴ അങ്ങ് കുറയണില്ല. അപ്പോൾ ചോദിച്ചെന്നാൽ എന്നാൽ പിന്നെ വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് ചോദിച്ചു. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മഴ അങ്ങ് പെയ്യും, പിന്നെ അങ്ങ് കുറയും, പിന്നെ വീണ്ടും വരും. ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മൾ കൊറിയൻകാരുടെ ഫേസ് പാക്കാണ്. ഗ്ലാസ് സ്കിൻ ആകാനുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണും കേട്ടോ. എന്നാലും നമുക്ക് ഇത് എങ്ങനെ തേക്കുക, എന്താ ഇത് നമുക്ക് മനസ്സിലാവുമല്ലേ. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഈ ഫേസ് പാക്കിന് രണ്ട് സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. ഒന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സാധനം തന്നെയായിരിക്കും. വേറെ ഒരെണ്ണം പുറത്തുനിന്ന് മേടിക്കേണ്ടതാണ്. അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഒന്ന് ഉപയോഗിക്കണം കേട്ടോ. ഈ ഫേസ് പാക്ക് ഞാൻ ആദ്യമായിട്ടോ ഉപയോഗിക്കുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ തേച്ചങ്ങ് മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ എനിക്ക് ഇത്തിരി പാടായിരുന്നു. എങ്കിലും ഇത് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങുന്നില്ല, എന്നാൽ ഒരുവിധമൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പം കഴുകി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഖത്തിലുള്ള വ്യത്യാസം മനസ്സിലായി. നമ്മുടെ ഈ കവളിഞ്ഞ് ഇവിടെയൊക്കെ നല്ലൊരു തിളക്കും. അതുമാത്രമല്ല കൈ ഇങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ്. നമ്മുടെ കൈ ഇങ്ങനെ തൊടുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, എനിക്ക് ഇപ്പോഴും അത് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് തോന്നും. ഇത് നല്ലൊരു ബ്രൈറ്റ് കളർ ഉണ്ടാവും കേട്ടോ. അതായിട്ട് ഇതിൻ്റെ ഏറ്റവും നല്ല മികച്ചത്, ബ്രൈറ്റ് കളർ ഉണ്ടാവും. പിന്നെ നല്ല സോഫ്റ്റ്നെസ്. തിളക്കം വെച്ചാൽ നല്ല അങ്ങ് തിളങ്ങിയിരിക്കില്ല, എന്നാലും ചെറിയ രീതിയിൽ ഭയങ്കര ഒരു തിളക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ഇതാ ചിയാ സീഡ് വെച്ചുള്ള ഫേസ് പാക്കാണ് കേട്ടോ. ഇതാട്ടെ ചിയാ സീഡ്. കണ്ടോ, ചിയാ സീഡ് കണ്ടോ? കണ്ടാൽ എള്ളു പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, ഒരു കറുത്ത കളർ, കറുപ്പല്ല, ഒരു ഗ്രേ കളറ്, ഒരു വൈറ്റ് കളറൊക്കെ ചേർന്നാണ്. നല്ല മഴയുണ്ടോ, നല്ല കാറ്റും മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാവേ. ആദ്യം നമുക്ക് കുറച്ച് ചിയാ സീഡ് എടുക്കുക. അതിലോട്ട് ഇതാ കുറച്ച് പാല് ഒഴിച്ച് ഒന്ന് കുതിർത്താൻ വെക്കണം കേട്ടോ. ഞാനിത് 2.5 സ്പൂണാണ് എടുത്തത്. ഇതിൻ്റെ ശരിക്കുള്ള അളവ് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ 2.5 സ്പൂൺ എടുത്തത്. എനിക്കിത് മൊത്തം ഫേസിലും നെക്കിലും തേക്കാനുള്ളത് ഉണ്ട് കേട്ടോ. ഇത് പാലൊഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തു കേട്ടോ. കുറേ ഇത് കുതിർത്താൽ മതി കേട്ടോ. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മുഖത്ത് തേക്കാം. പക്ഷെ നമുക്കിത് ഇങ്ങനെ തേക്കാൻ കഴിയില്ല കേട്ടോ. ഇത് നമ്മുടെ മുഖത്ത് ഒട്ടി പിടിച്ചിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് തേക്കാൻ കഴിയില്ല. നമുക്കിത് മിക്സിൻ്റെ ജാറിലെടുത്ത് ഒന്ന് അരച്ചിട്ട് വേഗം കൊണ്ടുവരാവേ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നന്നായിട്ട് അങ്ങ് അരച്ച് കിട്ടിയിട്ടില്ല, കാരണം ഇവിടുത്തെ മിക്സിയുടെ ജാറ് വലുതാണ്, ചെറിയ ജാറല്ല കേട്ടോ. ചെറിയ ജാറാണ് നന്നായിട്ട് അരച്ച് കിട്ടിയേനെ. നോക്കി, ഞാൻ ഒത്തിരി നേരം എടുത്തൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. പക്ഷെ എന്നാലും ചെറിയ രീതിയിലേക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ കുറച്ച് പാലൊഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു, ചിയാ സീഡിൽ നമ്മൾ തിളപ്പിക്കാത്ത പാലില്ലേ, പാല് ഒഴിച്ചായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ആ കാര്യം മറന്നുപോയതാണ് കേട്ടോ. ഇനി നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കോലം നോക്കി, ഇത് ഇങ്ങനെ ജെല്ല് പോലെ. ഈ ഒരു പാക്ക് ഞാൻ ഇതാദ്യമായിട്ട് തേക്കണം, അതുകൊണ്ട് ഇത് എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സത്യം പറയാം. തേച്ചെടുക്കട്ടെ. മുഖത്തൊന്ന് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് കണ്ടോ, എനിക്ക് കിട്ടണില്ല. കണ്ടോ, നോക്കി ഇങ്ങനെ എടുക്കുമെന്നൊക്കെ ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഓർത്തപ്പോൾ നമ്മുടെ മുഖം നല്ല ഒരു സോഫ്റ്റ് ആവുന്നു. നല്ലൊരു മഴ വന്ന് പോയതുള്ളൂ കേട്ടോ. ഇതിൻ്റെ മഴയായിരുന്നു. രാവിലെ മഴയെ പെയ്തില്ല, ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടും മഴ. കണ്ണിൻ്റെ ഇവിടെ തേക്കാതിരിക്കണം കേട്ടോ നല്ലത്. അപ്പോൾ കണ്ണിൻ്റെ അകത്തോട്ട് കയറിക്കും.
ഇനി കഴുത്തിലൂടെ തേച്ച് കൊടുക്കട്ടെ. ഈ കറ്റാർവാഴയില്ലേ, തൊണ്ടയിടറിയതാണ് കേട്ടോ. കറ്റാർവാഴ ജെല്ലില്ലേ, ഏകദേശം അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പം ഇല്ല, അല്ല നമ്മൾ കറ്റാർവാഴ ജെല്ലെടുക്കില്ലേ, അന്നേരം ഇതേപോലെ എങ്ങാണ്ടല്ലേ ഏതെങ്കിലും ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതുപോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഏകദേശം തോന്നുന്നു, പക്ഷെ അതിനേക്കാൾ ഭയങ്കര ജെല്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ബാക്കിയുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട്. നന്നായിട്ട് മുഖത്ത് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നെറ്റി തേക്കുമ്പോൾ ചിലപ്പോൾ നെറ്റിന് ഇങ്ങോട്ടേക്ക് ഊർന്ന് വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, കൈ തൊടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുക. കണ്ടോ, ഉണ്ണിക്കുട്ട നല്ല ഉറക്കമാണേ. അവർ ഞാൻ നേരത്തെ കിടത്തി ഉറക്കിയാൽ അവരെന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. വീഡിയോ എടുത്തോണ്ട് ഇരിക്കുമ്പോഴായിരിക്കും ഉണ്ണിക്കുട്ടന് ബിസ്ക്കറ്റ് വേണം, വെള്ളം വേണം, അങ്ങനെ ഓരോരോ കാരണം പറയും. അല്ലെങ്കിൽ അവനൊന്നും വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് അവന് നേരത്തെ കിടത്തി ഉറക്കി. നേരെ ഒരു ലെവല് കിട്ടുന്നില്ല കേട്ടോ. ഇവിടുന്ന് പിടിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരും. പതുക്കെ സാവധാനത്തിൽ ചെയ്താൽ മതി, എന്നെ പോലെ ധൃതി വെക്കാണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി ധൃതി കൂടുതലാണ്. എൻ്റെ ഷാളിലൊക്കെ ആയി. ഞാൻ തേച്ചപ്പോഴേ എൻ്റെ പിരികം തന്നെ മൂടിപ്പോയിട്ടോ. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങ് ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇപ്പം നോക്കി പിരികില്ലാത്ത ആളെ പോലെയായി. ഇപ്പം ഞാൻ ചേട്ടയെ വരലേ, ചേട്ടയെ വന്നത് ആരാന്ന് ചോദിക്കും. ഞാൻ ചേട്ടയുടെ മുന്നിൽ ചെന്നും ഫേസ് പാക്കൊന്നും ഇടില്ല കേട്ടോ, എനിക്ക് നാണക്കേടാണ്. അതുമല്ല ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കണം, ഞാൻ ഇതുപോലെ ഒന്നും സംസാരിക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓടിച്ചു വിടും. കണ്ട അവിടെ വാതിലും വരെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നാണക്കേടാട്ടോ. എനിക്ക് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാനേ എനിക്ക് പറ്റില്ല. ഞാനിവിടെ വന്നപ്പോൾ ഇതുപോലൊക്കെ സംസാരില്ലേ, ഞാൻ ഭയങ്കര സംസാര രീതിയൊക്കെ കുറഞ്ഞ ഒരാളായിരുന്നു. ഈ വീഡിയോ ഒക്കെ ആയി പിന്നെയാണ് ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കുകയില്ല. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ ചുറ്റുപാടത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല, ജസ്റ്റ് ഇത് സംസാരിക്കും, അല്ലാതെ ഇങ്ങനെ വാതോരോന്നും ഇങ്ങനെ സംസാരിക്കില്ല കേട്ടോ. എനിക്ക് വീഡിയോ ഒക്കെ ആയ പിന്നെയാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലും മനസ്സിലും ഒക്കെ വന്നത് കേട്ടോ. ഹാപ്പി ആകാൻ തുടങ്ങിയത് വീഡിയോ ഒക്കെ ആയി തന്നെയാണ്. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ, ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സായി, ഒത്തിരി ഫ്രണ്ട്സായിട്ടുണ്ട്. എനിക്കിപ്പോൾ എത്രയാ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ 26,000 ഫ്രണ്ട്സായിട്ടുണ്ട്. എനിക്കധികം ഫ്രണ്ട്സ് ആവുന്നത് എൻ്റെ ഷോർട്ടിൽ നിന്നാണ്, വീഡിയോസിൽ നിന്ന് ഫ്രണ്ട്സ് ആവുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് ഞാൻ മാറ്റി കൊടുത്തോളാം. ഇനി ഞാനിങ്ങനെ മുഖം ഇങ്ങനെ വെച്ചിട്ടൊന്ന് 20 മിനിറ്റ് ഞാനിങ്ങനെ കസാരയിൽ ഇരുന്നിട്ട് 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഊർന്ന് വരുമായിരിക്കും. ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നാലും ബാക്കിയുണ്ട്. ഷോ, ഇത് ഞാൻ എവിടെ തേക്കും? ഞാൻ കഴുത്ത് തേച്ച് മടുത്തു. നല്ല സ്ഥലത്തൊക്കെ ഒപ്പിച്ച് കൊടുക്കാമല്ലേ. എനിക്കിതിൻ്റെ അളവ് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യമായിട്ട് തേക്കണതല്ലേ, അപ്പോൾ നമുക്ക് അളവൊന്നും അറിയത്തില്ല, എങ്ങനെ ഇരിക്കും, എത്ര വേണം ഒന്നൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം ഇതിൻ്റെ കുഞ്ഞു വിത്തല്ലേ, ഇതിപ്പോൾ 2 സ്പൂൺ എടുത്താൽ കൂടുമോ കുറയോ എന്നൊരു സംശയമായിരുന്നു. 2 സ്പൂൺ മതിയാവും കേട്ടോ. ഇത് 2 സ്പൂണിന് എടുക്കേണ്ട കാര്യമില്ലേ, 2 സ്പൂൺ മതി. പിന്നെ തിളപ്പിക്കാത്ത പാല് ഒഴിച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കുതിർത്താൻ വയ്ക്കുക. പിന്നെ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് വീണ്ടും കുറച്ച് പാലും കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ അരഞ്ഞ് കിട്ടാൻ സാധ്യത കുറവാണ്. ഇത്തിരി പാലും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അത് നമുക്കിതുപോലെ ഒന്ന് കിട്ടുള്ളൂ. അപ്പം ഞാനിനി 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. 25 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടേക്ക് ആയി, എൻ്റെ കാലിലൊക്കെ വീണു.
അപ്പോൾ നമുക്ക് 25 മിനിറ്റ് കഴിയുമ്പം കാണാവേ. 25 മിനിറ്റ് ഞാൻ മുഖത്ത് തന്നെ വെച്ചിട്ടോ. ഇനി നമുക്കിത് എടുക്കാവേ. ഇത് ഈ മീശയുടെ ഈ ഭാഗം ഇവിടേക്ക് ഉണങ്ങി വന്നു, പക്ഷെ ഇവിടെ ഒന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇനി കട്ടി തേച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ലേ. എൻ്റെ ഷാളിലൊക്കെ ആയിട്ടോ ഞാൻ ഇങ്ങനെ തല വെച്ച് കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് കിടന്നു. ഇനി നമുക്കിത് തുടച്ച് മാറ്റാവേ. ഇവിടെ ടവലെടുത്തിട്ടുണ്ട്, ഇനി മുക്കി നമുക്ക് തുടച്ച് കളയാം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. തുണി വെച്ച് പോയില്ലെങ്കിലോ എന്ന് അറിയത്തില്ല കേട്ടോ. അയ്യോ നല്ല മഴയാട്ടോ. ഇത് സൗണ്ട് വല്ലതും കേൾക്കുമാവോ? ഇത് മസാജ് ചെയ്തിട്ട് ഞാനിത് ഒതുക്കി ഇങ്ങനെ എടുത്ത് കളയാവേ. നല്ല ഗംഭീരമാകുന്നുണ്ട്. എന്താ ചുണ്ടിട്ടും പറ്റി വെച്ചാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ, ഒരു കുഴപ്പമില്ലേ. എൻ്റെ മുടിയിലൊക്കെ ആയി. ഇത് തുടച്ചാളെ തുടച്ച് കളയാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. നല്ലോണം കഴുകേണ്ടി വരും. തുണി കൊണ്ടൊന്നും തുടച്ചത് ശരിയാവില്ല കേട്ടോ, നല്ലവണ്ണം കഴുകണം. ഇവിടെ നല്ലോണം ഒട്ടിപ്പിടിച്ചോട്ടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ, നല്ലൊരു ഫേസ് പാക്കാന്ന് തോന്നുന്നു. ഒന്ന് കഴുകി കളഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. തുണിയുടെ തുടച്ചാലൊന്നും ശരിക്കും മനസ്സിലാവില്ല. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. മുടിയിലാകുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. എന്നിട്ടിങ്ങനെ പോകുന്നത് നല്ലോണം കഴുകണമല്ലോ. കഴുകണം. കണ്ണിൻ്റെ അകത്ത് ഇപ്പോൾ കയറേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഞാനേ മുഖമൊക്കെ കഴുകിയിട്ട് വരട്ടെ കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം വരാതെ എന്നിട്ട് കാണാം കേട്ടോ. തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റമുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. വേഗം കഴുകിയിട്ട് വരാം കേട്ടോ. ഞാനിതാ മുഖം കഴുകിക്കൊണ്ട് പോന്നിട്ട് നല്ല ബ്രൈറ്റ് കളറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാക്ക് ഉപയോഗിക്കും ഇത്രയും നല്ല റിസൾട്ട് കിട്ടണം കേട്ടോ. എനിക്ക് നല്ല രസം കാണാം. മുഖമൊക്കെ നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ്. ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇവിടെ എത്തും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി പാക്കാണ്. നമ്മുടെ ഡ്രസ്സിൽ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അപ്പോൾ കുളിച്ചതൊക്കെ മാറുന്നത്. പക്ഷെ ഇത്രയും നല്ല അടിപൊളി പാക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. മുഖമൊക്കെ ഇതാ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു വ്യത്യാസം തന്നെ കാണാം കേട്ടോ. നമുക്ക് നല്ല ഒരു വെളുപ്പ് മാത്രമല്ല, നമ്മൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ, ഇത് പുഞ്ചിരി മത്സരമൊന്നും ഇല്ല അല്ലേ. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ പാക്ക് ഇടുമ്പോൾ ചിരിക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം മനസ്സിലാവുമെന്ന് നോക്കും കേട്ടോ. പക്ഷെ ഇവിടെ നല്ലൊരു ചെറിയ രീതിയിലൊക്കെ തിളക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെളുത്തവരൊക്കെ തേച്ച് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇരുനിറത്തിൽ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ വെളുപ്പിന് അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഭയങ്കര കാറ്റും മഴയും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ നടക്കുമാവോ അറിയത്തില്ല. ഉച്ചയ്ക്ക് തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവയ്ക്കൊക്കെ അവിടെയൊക്കെ വ്യത്യാസം കണ്ടോ. ഇവിടെ മുടിയിലൊക്കെ ആയിരുന്നേ. ഞാനത് തുടച്ച് മാറ്റി. വൈകുന്നേരം കൊണ്ടുവന്നാണേ പഴംപൊരിയും നെയ്യപ്പമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വൈകുന്നേരം ഉള്ള കാപ്പിക്കുള്ള ചായക്കടി. ഇത് എനിക്ക് ഒരെണ്ണമുള്ള ഒരു പഴംപൊരി ഉള്ളു കേട്ടോ. ഇത് നമ്മളെല്ലാവരും പകുതി എടുക്കും. നെയ്യപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആട്ടോ. ഇവിടെ മുരിഞ്ഞിട്ടുണ്ട്. അതെയോ, ഇത്ര ഞാൻ തിന്നൊന്നുമില്ല. എൻ്റെ അമ്മേ
ഒരു പഴംപൊരി മതി എനിക്ക്. ബാക്കി നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. വാവച്ചിക്ക് എന്നാ വേണ്ടേ പറ. ഏതാ മോനെ വേണ്ടേ? പഴംപൊരിയാണോ? എന്നാ ഹാഫ് കുഞ്ഞിനെ കൊടുത്തേരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.